നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിൽ വൻ ഭീകരവേട്ട, 188 കേന്ദ്രങ്ങളിൽ റെയ്ഡ്. ഇന്ത്യൻ യുവാക്കളെ ലക്ഷ്യമിട്ട് പാക് ഭീകരനായ ഷഹ്സാദ് ഭട്ടി ആരംഭിച്ച ശൃംഖലയെ തരിപ്പണമാക്കി മഹാരാഷ്ട്ര ATS. വിശദമായ വാർത്തകളിലേക്ക്. മഹാരാഷ്ട്രയിൽ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകരവാദ ശൃംഖലയ്ക്കെതിരെയുള്ള കടുത്ത നടപടിയുമായി മഹാരാഷ്ട്ര ATS. ISI ബന്ധമുള്ള ഭീകരൻ ഷഹ്സാദ് ഭട്ടിയുടെ നേതൃത്വത്തിലുള്ള ശൃംഖലയെ ആണ് തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി 188 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തിയത്. സോഷ്യൽ മീഡിയ വഴി യുവാക്കളെ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക്, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരു സംവിധാനത്തെയാണ് മുംബൈ പോലീസ്, മുംബൈ ATS ഒക്കെ സംയുക്തമായി ചേർന്ന് തകർത്തത്. യുവാക്കളെ ഭീകരവാദത്തിലേക്ക് ആകർഷിക്കുന്ന ഇവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. പുലർച്ചെ 4 മണിയോടെ ആരംഭിച്ച ഈ അപ്രതീക്ഷിത ഓപ്പറേഷൻ കേന്ദ്ര ഏജൻസികളുടെയും മറ്റ് സംസ്ഥാന സുരക്ഷാ വിഭാഗങ്ങളുടെയും ഏകോപനത്തോടെ ആണ് നടത്തിയത്. പരിശോധനയിൽ കിഴക്കൻ വിദർഭ മേഖലയിൽ നിന്ന് 10ഓളം പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിൽ 4 പേർ നാഗ്പൂരിൽ നിന്നുള്ളവരാണ്. നാഗ്പൂരിന് പുറമെ വാർധ, ഗാഡ്ചിരോളി, ചന്ദ്രപൂർ തുടങ്ങിയ ഛത്രപതി സംഭാജി നഗർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന്, മുംബൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വിവരങ്ങൾ, റെയ്ഡിൽ ചില രേഖകൾ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ ഉപയോക്താക്കളെ നിരന്തരം നിരീക്ഷിച്ചാണ് ഷഹ്സാദ് ഭട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത്, കണ്ടെടുക്കുന്നത്. യുവാക്കളെ ഇങ്ങനെ സ്വാധീനിച്ച് കണ്ടെത്തിയതിനു ശേഷം തുടക്കത്തിൽ അവർക്ക് ചില ലഘുവായ അസൈൻമെൻറ്റുകൾ നൽകുന്നു. ആ അസൈൻമെൻറ്റുകളെ തുടർന്ന് അവർക്ക് ചില ചെറിയ വരുമാനം കിട്ടുന്ന തരത്തിൽ, അതായത് അതിനൊരു വേതനം നൽകുന്നു. ആ വേതനം നൽകി അവരെ പതുക്കെ തങ്ങളുടെ വലയത്തിലാക്കുന്നു. തുടർന്ന് ആഭ്യന്തര അശാന്തി പടർത്താനുള്ള ആയുധമാക്കി ഈ യുവാക്കളെ മാറ്റിയെടുക്കുന്നു. ജൂൺ 17-ന് ജാർഖണ്ഡിലെ RSS ഓഫീസിലുണ്ടായ സ്ഫോടനത്തിലും മെയ് ജൂൺ മാസങ്ങളിലായി പഞ്ചാബിൽ 3 പോലീസുകാർക്ക് നേരെ നടന്ന വെടിവയ്പ്പിലും ഈ ഭട്ടി ശൃംഖലയ്ക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയിലുടനീളം കുറഞ്ഞ ചിലവിൽ സ്ലീപ്പർ സെല്ലുകൾ നിർമ്മിച്ച് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനാണ് ISI ഹാൻഡിലുകളുടെ ഈ പോക്സി ഗ്രൂപ്പ് ശ്രമിച്ചത്. നാഗ്പൂരിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത വിവിധ പശ്ചാത്തലത്തിലുള്ള 4 പേരെ നിലവിൽ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇവരുടെ മൊബൈൽ ഫോണുകൾ, ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവ പിടിച്ചെടുത്തിട്ടുണ്ട്, പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ഇവരുടെ സാമൂഹിക ബന്ധങ്ങളും സാമ്പത്തിക ഇടപാടുകളും ഡിജിറ്റൽ ഫുട് പ്രിന്റുകളും അന്വേഷണ പരിധിയിലാണ്. കഴിഞ്ഞ മാസങ്ങളിൽ ഡൽഹി, ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിൽ നടന്ന സമാനമായ റെയ്ഡുകളിൽ വൻതോതിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും ഡിജിറ്റൽ തെളിവുകളും പിടിച്ചെടുത്തിരുന്നു. ക്ഷേത്രങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, പൊതുസ്ഥലങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള ആക്രമണ പദ്ധതികളാണ് അന്ന് തകർത്തത്. പാകിസ്ഥാൻ സ്വദേശിയായ ഭട്ടി മുൻപ് സോഷ്യൽ മീഡിയയിലുടനീളം വലിയ അനുയായികളെ സൃഷ്ടിച്ച് നമ്മുടെ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിൻ്റെ ഉപകരണമാക്കി ഈ യുവാക്കളെ മാറ്റുന്നതിൽ പ്രത്യേക വൈദഗ്ധ്യം ഉള്ളയാളാണ്. ഈ പ്രത്യേക ഓപ്പറേഷനിലൂടെ ഇവരുടെ വേര് അറുക്കാം എന്നാണ് മഹാരാഷ്ട്ര ATS കണക്ക് കൂട്ടുന്നത്. അതിനുവേണ്ടി വലിയ രീതിയിലുള്ള അന്വേഷണം അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ 158 കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡിൽ ഇന്ത്യൻ യുവാക്കളെ ഇത്തരത്തിൽ ഭീകരവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന പാക് ചാര സംഘടനയുടെ ഒരു വലിയ പ്രവർത്തനത്തെയാണ് നശിപ്പിക്കാൻ സാധിച്ചിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് ഈ ഷഹ്സാദ് ഭട്ടിയുടെ ശൃംഖല പരിപൂർണമായിട്ടും തകർത്തു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും.